റോബിൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് ബി.ജെ.പി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് ബി.ജെ.പി എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് ബി.ജെ.പി പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം ബി.ജെ.പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയാം, പേടിയാണ്. കാരണം ഇനി ബി.ജെ.പി ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഞാൻ അങ്ങ് പേടിച്ചു പോയത്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടേനാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. ഈ റീസണിൽ ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബി.ജെ.പി പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഖ്യയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഖ്യയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, കെ സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവാത്തത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിലിട്ട രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോയിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം? എനിക്കിത് മനസ്സിലാവുന്നില്ല. എന്താണ് ആൾക്കാർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് റോബിൻ അത്രയധികം തെറി പറഞ്ഞതും അധിക്ഷേപിച്ചും ഒരുപാട് ഫോളോവേഴ്സ് കൊഴിഞ്ഞു പോയതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ള മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിലൂടെ, ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഇടുന്നതിലൂടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി.ജെ.പിന്റെ ഇന്ത്യ മൊത്തം അറിയുന്ന അല്ലെങ്കിൽ ഒരു നേതാവാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരള ഘടകത്തിലെ ഒരു ഉന്നതനായ നേതാവും അതിന്റെ ആ നേതൃത്വത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയുമാണ് അദ്ദേഹം ഇപ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ ഇടുമ്പോൾ, ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഫോട്ടോ ഇടുക, അയാൾ തീവ്രവാദി ഒന്നും അല്ലല്ലോ അല്ലേ? എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എന്റെ അറിവിൽ അദ്ദേഹം ഒരു തീവ്രവാദിയല്ല. അപ്പോ അതൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും റോബിൻ ഒരിക്കലും രാഷ്ട്രീയം പോലും പറഞ്ഞിട്ടില്ല, ഞാൻ ബി.ജെ.പിയിലേക്ക് ഒന്നും ആരും പറഞ്ഞിട്ടുമില്ല.
ചുമ്മാ ഒരു ഫോട്ടോ ഇട്ടു രാജീവ് ചന്ദ്രശേഖർ എന്നൊരു ക്യാപ്ഷനും കൊടുത്തിട്ട്. അപ്പോഴത്തേക്കും ആൾക്കാർ, ഞാൻ കണ്ടു അതിന്റെ ചുവട്ടിലുള്ള കമന്റൊക്കെ കണ്ടു, പലരും വളരെ മോശമായിട്ട് കമന്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എന്താന്നുള്ള അറിയില്ല, എന്തോ ഒരു പിന്നെ ഞാനിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു വ്യക്തി പോയിട്ട് പിന്നെ ജെയ്ഷെ മുഹമ്മദ്, അതായത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിൽ ഉള്ള മറ്റേ തലവനായ മൗലാന അയാളുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ട് അങ്ങനെ ഒരു ലവ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ എങ്ങനെയായിരിക്കും കമന്റ് വരിക? അതുപോലൊരു അവസ്ഥയൊന്നും എനിക്ക് തോന്നിയത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ എന്നുള്ള അറിയില്ല. കാരണം വളരെയധികം സങ്കടകരവും വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും വളരെയധികം പിന്നെ ചിന്തിപ്പിക്കുന്നതും വളരെയധികം എന്താ പറയാ ചിരിപ്പിക്കുന്നതുമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ആ പോസ്റ്റിന്റെ അടിയിലൊക്കെ ഉള്ളത്. ഇപ്പൊ റോബിന്റെ ഞാൻ വീഡിയോ നിങ്ങൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് റോബിൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് എന്താണ് പ്രശ്നം, ഒരു വ്യക്തി ഇപ്പോ കേരളത്തിലുള്ളൊരു വ്യക്തി BJP സപ്പോർട്ട് ചെയ്ത് എന്താണ് പ്രശ്നം? BJP എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ്, അതുപോലെ CPM, അതുപോലെ മറ്റുള്ള ഘടകകക്ഷികൾ ഒരുപാട് പാർട്ടികൾ ഇന്ത്യയിൽ, അതുപോലെ ഒരു പാർട്ടിയാണ് ഇന്ത്യയിലെ വളരെ ശക്തമായ ഒരു പാർട്ടിയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ വളരെ ശക്തിയുള്ള ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ സ്വന്തം രാജ്യത്തിന്, നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉള്ള ഒരു നേതാവിന്റെ ഒരു ഫോട്ടോ ഇട്ട ഇതാണ് സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഇതും ശരിക്കും പറഞ്ഞൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെയല്ലേ. വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവമാണോ എന്ന് ചോദിച്ചൊരു സംഭവം തന്നെയാണ്. പക്ഷെ ഇത് വേറൊരു തരത്തിലൊരു വർഗീയതയായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. കാരണം ഒരിക്കലും ഈ ഒരു രീതിയിൽ ഒരു വ്യക്തിനെ ആക്കരുത്. ഒരു പക്ഷേ റോബിൻ ആ ബിഗ് ബോസിൽ ഉള്ള സമയത്ത്, ആ ഒരു സമയത്ത് ബിഗ് ബോസിലുള്ള പെർഫോം ചെയ്യുന്ന സമയത്ത് റോബിൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അനേകം മലയാളികളിൽ ഒരു മലയാളിയാണ് ഞാനും. പക്ഷേ പിന്നീട് റോബിൻ പുറത്തിറങ്ങിയതിനു ശേഷം റോബിന്റെ കാട്ടിക്കൂട്ടൽ, റോബിന്റെ പല വീഡിയോകളും പുറത്തു വരുന്നു, റോബിന്റെ അലർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് റോബിന്റെ ആ ഒരു മാനറിസത്തിന്, ആ ഒരു പെരുമാറ്റത്തിനോട് പിന്നെ അന്നുണ്ടായിരുന്ന ഇഷ്ടം മുഴുവൻ പോയി. റോബിനെ എതിർത്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ ഇതോടുകൂടി എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ റോബിനെ സപ്പോർട്ട് ചെയ്യാൻ നിർത്തില്ല. കാരണം റോബിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ റോബിന്റെ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞു. അതിലൊരു പ്രശ്നമില്ല എന്നാണ്. കാരണം റോബിൻ ഒരിക്കലും ഈ ഒരു വർഗീയപരമായിട്ടോ അല്ലെങ്കിൽ വേറൊരു മോശപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ആരെയും ചീത്ത പറയുന്ന രീതിയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനു മുന്നേ തന്നെ ഒരാളുടെ ഒരു പാർട്ടിയിലെ നേതാവിന്റെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തു പോയിക്കോളൂ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പോയിക്കോളൂ. റോബിനെ അൺഫോളോ ചെയ്ത് പുറത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച തീരുമാനം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ അയാളെ വെറുക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വന്നു. കാരണം നമുക്കറിയാം, കാരണം സുരേഷ് ഗോപിനെയൊക്കെ ഒരുപാട് പേർക്ക് സുരേഷ് ഗോപിന്റെ നല്ല പ്രവൃത്തികളൊന്നും കാണാത്ത, സുരേഷ് ഗോപി BJP-കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ വെറുത്ത്, അദ്ദേഹത്തെ രാവിലെ എണീച്ചിട്ട് രാത്രി കിടന്നുറങ്ങുന്നവരെ തെറി വിളിക്കുന്ന ആൾക്കാരെയും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ സ്ഥിതി ആലോചിച്ച് കഴിഞ്ഞാൽ പലരും റോബിന്റെ കമന്റിന്റെ ചോട്ടിലൊക്കെ ഒരാളെ കമന്റ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു ശരാശരി മലയാളി, അതായത് റോബിൻ ഈ സംഭവം അറിയുന്ന ഒരു ശരാശരി മലയാളി ഇപ്പൊ കോൺഗ്രസിലോ CPM-ലോ എവിടെങ്കിലും ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. റോബിന്റെ ആ ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിഷ്പക്ഷനായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ റോബിന്റെ പോസ്റ്റിന്റെ അടിയിലുള്ള കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാറി ചിന്തിച്ച് ചിലപ്പോൾ BJP-യിലേക്ക് പോകും. BJP വളരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ഇങ്ങനെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻസ് ആണ്, അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പ്രെഡിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ശരിയാണ്. കാരണം ആൾക്കാർ മനസ്സിലാക്കാൻ വെച്ചാൽ എന്താണ് ഇത്രയധികം ഒരു പാർട്ടീനെ, ആ ഒരു BJP-നെ വെറുക്കാനുള്ളത്? നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ അപ്പോൾ CPM-മാരും അതുപോലെ തന്നെ LDF ഇവിടെയുള്ള മുന്നണികളൊക്കെ പറഞ്ഞ് നമുക്ക് പരിചയിപ്പിച്ച് തരുന്ന ഒരുപാട് നുണകളും അതുപോലെ തന്നെ ഒരുപാട് സത്യങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതുപോലുള്ള സത്യങ്ങൾ മറ്റു പാർട്ടികളുടെ ഇടയിലുണ്ട് എന്നുള്ളത് കാര്യം. ഈ മൂന്ന് സംഭവം മുന്നണികളും പാർട്ടികളും എല്ലാത്തിൻ്റെയും നന്മയും തിന്മയും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ സമീപിക്കാൻ. അല്ലാതെ നമ്മളൊരു ബയസ്ഡ് ആയിട്ട് ഒരിക്കലും BJP-നെ മാത്രം കുറ്റം വരാം, അല്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസിനെ മാത്രം കുറ്റം വരരുത്, അതുപോലെ തന്നെ ഒരിക്കലും UDF LDF അതൊരു UPA-നെ മാത്രം കുറ്റം പറയരുത്. കുറ്റം പറയാനുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീക്ഷണത്തിൽ കുറ്റം പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ അല്ലെങ്കിൽ കൊണ്ട് മാത്രം അതിനെ കുറ്റം പറയുക, അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു സംഭവം തന്നെയാണ്, അത് ഏത് രീതിയിലാണെങ്കിലും. കാരണം ഇതൊക്കെ പറയാൻ ഇപ്പോൾ ഭയങ്കര ടെൻഷനും പേടിയുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അടർത്തിയെടുത്ത്, അല്ലെങ്കിൽ അത് മുഴുവൻ കാണാതെ, അതിനെപ്പറ്റി എന്താണോ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാതെ എടുത്ത് അത് ഒരു ചെറിയൊരു ഇത് വരുമ്പോഴത്തേക്ക് അവിടെ വെച്ച് സംഭവം നിർത്തി ചാപ്പ കുത്തി ഒരു വ്യക്തിനെ വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുന്ന ഒരു കണ്ടീഷനൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആർക്കും നമ്മൾ മലയാളികൾ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സ്വയം അങ്ങനെ എന്താ പറയുക തുറന്നു പറച്ചിലിനൊക്കെ ഒരുപാട് എന്താ പറയുക
സ്വാതന്ത്ര്യം അതുപോലെ തന്നെ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ജനവിഭാഗമാണ്. എന്നിട്ടും ഒരു പ്രത്യേക ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ വളരെയധികം പുറകോട്ട് പോകുന്നതായിട്ട് കാണുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. റോബിനെ പോലെ ഒരു വ്യക്തി, അപ്പം റോബിൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പുറത്തു പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ആൾക്കാർ കൂടുതൽ കൊഴിഞ്ഞു പോകാനായിരിക്കില്ലേ സാധ്യത, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കൂടും, എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും. പക്ഷെ എന്താണോ ഞാൻ കണ്ടത് അത് തീരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. ഇന്ന് റോബിൻ പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ BJP കേരളം ഭരിച്ചിരിക്കും, അതിലൊരു സംശയമില്ല. അത് ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും ഭരിച്ചിരിക്കും. ഇത്രയധികം ഹേറ്റ് ക്യാമ്പയിൻ ഒന്നും ആവശ്യം BJPക്ക് എതിരെ വേണ്ട ആവശ്യമില്ല. കാരണം BJPയുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള കേന്ദ്രത്തിലെ ഭരണം ഏറ്റെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരുപാട് നേട്ടങ്ങൾ അവരുണ്ട്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള, എനിക്ക് അതിനി പറയാൻ എത്ര കണ്ട് പറയാൻ എനിക്കിതില്ല. കാരണം BJPയുടെ നേട്ടങ്ങൾ വളരെ വലുതാണ്, നമ്മുടെ മുന്നിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി BJPയെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാനൊരു ഇന്ത്യക്കാരനാണ്, അപ്പൊ നമ്മളെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ നമ്മൾ തന്നെ ഇങ്ങനെ വൃത്തികേട് വിളിച്ചു പറയാന്ന് അല്ലെങ്കിൽ ചെയ്യാന്ന് നമ്മളെ പ്രധാനമന്ത്രിക്കെതിരെ, അതുപോലെ വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി അതിനെ വളരെ മാന്യമായ രീതിയിൽ അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ റോബിന്റെ പോസ്റ്റിന്റെ ഭീഷണിപ്പെടുത്തലൊക്കെയാണ് ഒരുപാട് ആൾക്കാർ കാണാമട ആ രീതിയിലൊക്കെ. അപ്പൊ റോബിൻ അതിനെ മറ്റേ വീഡിയോയിൽ പറയുന്ന മറുപടി, പണ്ട് എനിക്കൊരിതുണ്ടായിരുന്നു, പണ്ടൊരു റോബിനുണ്ട്, ഇപ്പൊ മാന്യമായി ജീവിക്കുക എന്ന്, അങ്ങനെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. അപ്പൊ ശരിയാണ്, നിങ്ങളാരാണ് ഭീഷണിപ്പെടുത്താൻ? നിങ്ങളാരാണ് ഒരാളെ ഒരു ഫോട്ടോ ഇട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ചാപ്പകുത്തി അദ്ദേഹം സംഘിയാണ്, അതുപോലെ തന്നെ സംഘികളെല്ലാം മറ്റതാണ്, അങ്ങനെ അപമാനിക്കാൻ നിങ്ങൾക്കൊരു അർഹതയില്ല. അപ്പോ വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ അഖിൽമാരാരൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് അഖിൽമാരാർ സംഖ്യയാണ്, അഖിൽമാരാർ BJPക്കാരനാണ്, മറ്റതാണ് മറച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ അഖിൽമാരാർ മത്സരിക്കാനുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു കണ്ടീഷൻ അത് കോൺഗ്രസിന്റെ കൂടെയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിലുള്ള ആൾക്കാർ വരെ അഖിൽമാരാര തെറി വിളിച്ചിട്ടുണ്ടാവും, സംഖ്യ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അഖിൽമാരാർ ഇതിന് മുന്നേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എങ്കിലും രാഷ്ട്രീയം വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ചില രീതിയിൽ മൂപ്പര് എങ്ങനെങ്കിലും ഒരു BJPനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല കാര്യം പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങനെ ചാടി വീണ് ആക്രമിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുള്ള. അപ്പൊ ഇതൊക്കെ എങ്ങോട്ടാണെന്നുള്ളൂ എനിക്കറിയില്ല. നമ്മളൊരു എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇത് കേരളമാണ് എന്ന് പറയുമ്പോൾ, പ്രബുദ്ധതയുള്ള ജനവിഭാഗമാണ് എന്ന് പറയുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ പ്രബുദ്ധതയും കേരളവും ഒക്കെ അങ്ങ് താഴെ പോയി എന്ന് വിശ്വസിക്കാതെ വയ്യ. കാരണം അപ്പോ ഒന്നും പറയാനില്ല, റോബിനോടൊപ്പം